കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, തിരുവചനങ്ങൾ 43 മുതൽ. അക്കാലത്ത് സമരിയായിൽ നിന്ന് യേശു ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്നും ഗലീലയിലേക്ക് വന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുൻപ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചകളോളം നമ്മൾ ശ്രവിക്കുവാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത് സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ചാണ്. സമരിയായിലെ സ്ത്രീയെ കർത്താവ് കണ്ടുമുട്ടി. അവൾ കർത്താവിൽ വിശ്വസിക്കുന്നു. അവൾ നാട്ടിലെങ്ങും ഓടി നടന്ന് ഞാൻ മിശിഹായെ കണ്ടുവെന്ന് വിളിച്ചു പറയും. നമ്മൾ ഓർക്കണം, സമരിയ യഹൂദരുമായിട്ട് തർക്കത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ്. ഇസ്രായേൽ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ സമരിയായും യൂദയായും തമ്മിൽ എപ്പോഴും സംഘർഷവും അടിയുമാണ്. കർത്താവിന് യഹൂദനായതുകൊണ്ട് തന്നെ സമരിയാക്കാർക്ക് കർത്താവ് ഒരു ശത്രുവിനെ പോലെയാണ്. എങ്കിലും ഈ ഒരു സമരിയാക്കാരി സ്ത്രീയുടെ വിശ്വാസ സാക്ഷ്യം കേട്ടിട്ട് കുറേയേറെ പേര് കർത്താവിനെ കാണാൻ ചെല്ലുന്നുണ്ട്. പിന്നീട് അവളേക്കാൾ ഉപരി കർത്താവിൽ നിന്ന് വന്ന വചസ്സുകൾ കേട്ട് അവർ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവ് സമരിയായിൽ 2 ദിവസം താമസിച്ചതിന് ശേഷമാണ് ഗലീലയിലേക്ക് പോകുന്നത്. ഇനി ഗലീലയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ സ്വന്തം പ്രദേശമായിരുന്നിട്ട് കൂടി ആദ്യ നാളുകളിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അവർ കർത്താവിനെ കല്ലെറിയാൻ പോയതാണ്. പക്ഷെ ഇപ്പോൾ കർത്താവ് വീണ്ടും ഗലീലയിലേക്ക് വരുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിക്കുക. കാരണം എന്താണ്? തിരുനാളിന് കർത്താവ് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ കണ്ടു. അവർ കർത്താവിനെ വിശ്വസിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ ഈ ഒരു അധ്യായങ്ങളിലും പിന്നീടുള്ള ഇടങ്ങളിലെല്ലാം നമ്മൾ കാണുന്നൊരു വചനം, ഒരു വാക്യതാണ് വിശ്വസിച്ചു, അല്ലെങ്കിൽ വിശ്വസിക്കുക, ബിലീവ്. യോഹന്നാൻ ശ്ലീഹ പറയുന്ന കാര്യം ഇതാണ്: പലരും പല കാരണങ്ങൾ കൊണ്ടാണ് വിശ്വസിക്കുന്നതും അല്ലെ വിശ്വസിക്കുന്നത് പോലെ കാണിക്കുന്നതും. ഗലീലക്കാരെ കർത്താവിനെ സ്വീകരിക്കുന്നതും കർത്താവിൽ വിശ്വസിക്കാൻ ഇടയാകുന്നതും അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടതുകൊണ്ടാണ്. അതിനു മുമ്പ് കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അവർ കർത്താവിനെ കല്ലെറിയാൻ പോയതാണ്. ഇനി വീണ്ടും ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി കർത്താവിനെ കാണാൻ വരുവാണ്. കർത്താവ് ഇവിടെ വന്നു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തിൽപ്പെട്ട ഈ വ്യക്തി സ്വാഭാവികമായിട്ടും രാജകുടുംബത്തിലെയാണെങ്കിൽ ഹെറോദോസിൻ്റെ ഭവനത്തിലെയാണ്. ഹെറോദോസാണ് സ്നാപക യോഹന്നാനെ കൊന്ന വ്യക്തി. അപ്പോൾ തൻ്റെ കസിനെ, തൻ്റെ സഹോദരനെ കൊന്ന ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നൊരാളാണ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, എൻ്റെ മകൻ ആസന്ന മരണനായിരിക്കുന്നു, അവനെ വന്ന് സുഖപ്പെടുത്താമോ? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അടയാളങ്ങൾ എന്നാണ് പറയുന്നത്. സയൻസ്, മിറക്കിൾസ് എന്ന് പറയുന്നില്ല, സയൻസ് എന്നാണ് പറയുന്നത്. അടയാളങ്ങൾ ഒരിക്കലും റിയാലിറ്റി അല്ല. സയൻസ് ഒരിക്കലും യാഥാർത്ഥ്യമല്ല. അടയാളങ്ങൾ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്.
നമ്മൾ എവിടെ നിന്ന് വന്നാലും ഏറ്റുമാനൂർ അടുക്കാറാകുമ്പോഴത്തേക്കും ഏറ്റുമാനൂർക്കൊരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ എന്ന് ബോർഡ് കാണും. അതൊരു അടയാളമാണ്. അത് ഏറ്റുമാനൂരല്ല, അല്ലെങ്കിൽ അതിരമ്പുഴയല്ല. ആ സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അടയാളങ്ങൾ മാത്രമാണ്. അടയാളങ്ങളല്ല ഞാൻ നിൽക്കേണ്ട ഇടം അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം. ആ അടയാളങ്ങൾ വിരൽ ചൂണ്ടുന്ന ഇടങ്ങളിലേക്ക് ഞാൻ ചെന്നെത്തണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനെല്ലാം അടയാളങ്ങളെന്നാണ് വിളിക്കുന്നത്. കാരണം അതല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം ക്രിസ്തുവാണ്, ഈശോയാണ്. ഈശോയിലേക്ക് ചെന്നെത്തുവാൻ താൻ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ വഴി, തൻ്റെ വാക്കുകൾ വഴി ആളുകൾ തന്നിൽ വിശ്വസിക്കണമെന്നും നിത്യജീവൻ പ്രാപിക്കണമെന്നുമുള്ളതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് കർത്താവ് ഈ രാജസേവകൻ തൻ്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ 4:48 പറയുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വിശ്വാസത്തെയൊക്കെ ഒന്ന് ഉരച്ചു നോക്കേണ്ട സമയമാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഞാൻ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഞാൻ എന്തിനാണ് ത്യാഗങ്ങൾ എടുക്കുന്നത്? അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും വേണ്ടി മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കണം, അല്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്? ആ ഒരു ലക്ഷ്യമാണോ എനിക്ക് ഈശോയുമായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഞാനും ഈശോയും തമ്മിലുള്ള ബന്ധം സ്വാർത്ഥമാണ്. എനിക്ക് എന്തൊക്കെയോ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഈശോയെ അന്വേഷിക്കുവാണ്. എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി. യോഹന്നാൻ 4:48 നമ്മളിത് വായിക്കുന്നുണ്ടെങ്കിൽ 2 അധ്യായങ്ങൾക്ക് ശേഷം 6:26 നമ്മൾ വായിക്കുന്നത് എന്താ? കർത്താവ് പറയാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്. വേറൊരു ലക്ഷ്യം അതാണ്. ഒന്നുകിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുക, അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കുക. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി. അപ്പം ഭക്ഷിക്കാൻ പറ്റിയാൽ മതി. ഞാൻ ഈശോയെ വിശ്വസിച്ചു കൊള്ളാം. എന്നിട്ടും കർത്താവ് ഈ രാജസേവകനെ പിടിച്ചു നിർത്തി, നീ യോഹന്നാനോട് എന്നാ ചെയ്തടാ? നീ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞടാ? എൻ്റെ കുടുംബത്തെക്കുറിച്ച് നീ എന്തൊക്കെ അപവാദങ്ങളാടാ പറഞ്ഞു വരുത്തിയത്? തുടങ്ങി ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവ് ഒരേ ഒരു കാര്യം മാത്രം, ഈ ഒരു കാര്യം പറയുന്നു. രാജസേവകൻ അവനോട് അപേക്ഷിച്ച്, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. വീണ്ടും ഈ ഒരു വ്യക്തി രാജകുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നിട്ടും കർത്താവിൽ ആഴമേറിയ വിശ്വാസം അർപ്പിച്ച് പബ്ലിക്കായിട്ട് വരുവാണ്. ആളുകൾ ഇയാളെ കളിയാക്കും, ഇനി ആളുകൾ ഇയാളെക്കുറിച്ച് പലതും പറയുമെങ്കിലും ഈ പബ്ലിക് ഒപ്പീനിയൻ തൻ്റെ വിശ്വാസത്തെ തകർക്കാനോ ഈശോയോടുള്ള സ്നേഹത്തെ ബാധിക്കാനോ ഈ വ്യക്തി അനുവദിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസം ഒത്തിരിയേറെ പബ്ലിക് ഒപ്പീനിയനുമായിട്ട്, പൊതുവായ അഭിപ്രായം, മറ്റുള്ളവരെല്ലാം ഞാൻ പള്ളിയിൽ പോകുന്നതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പള്ളിയിൽ പോകും. എന്നാൽ ഞാൻ പള്ളിയിൽ പോകുന്നത് കണ്ട് മറ്റുള്ളവരെന്നെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആലോചിക്കുമോ, ഞാൻ പള്ളിയിൽ പോകണോ? മറ്റുള്ളവർ എന്നാ വിചാരിക്കും? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും? ഞാൻ പ്രാർത്ഥിച്ചാൽ എന്നാ പറയും? ഞാൻ പള്ളിയിൽ പോയി എന്നാ പറയും? ഞാൻ കുറച്ചുകൂടി ഒരു ത്യാഗമെടുത്താൽ എന്ത് പറയും? ഈശോയെ സ്നേഹിക്കാൻ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രിയമുള്ളവരെ, പൊതുജന അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, മനുഷ്യപ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈശോയും ഞാനുമായിട്ടുള്ള ബന്ധം, ഞാനും ഈശോയുമായിട്ടുള്ള ബന്ധം മാത്രമാണ്. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കും. അതാണ് കർത്താവ് ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അത്ഭുതങ്ങൾ എനിക്ക് വേണ്ട, അടയാളങ്ങളല്ല അതിൻ്റെ അടിസ്ഥാനം, എൻ്റെ കാര്യസാധ്യമല്ല അതിൻ്റെ അടിസ്ഥാനം. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് ഈ വ്യക്തിയോട് പറഞ്ഞു, ഈ വ്യക്തി കർത്താവിനെ വിളിക്കുന്നതിന് കം, എൻ്റെ വീട്ടിലേക്ക് വന്നാലും ഈശോ എന്നാ പറഞ്ഞു? പോയിക്കൊള്ളുക, നിൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഗോ, യുവർ സൺ ഈസ് ഹീൽഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ഈ വ്യക്തി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി വീട്ടിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞു, നിൻ്റെ മകൻ സുഖം പ്രാപിച്ചു. എപ്പോഴാണ് സുഖം പ്രാപിച്ചത്? ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ഈ വ്യക്തി ഓർത്തു, അതായത് കൃത്യം ഉച്ചയ്ക്ക് 1 മണിക്കാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ മകൻ സുഖം പ്രാപിക്കും, നീ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ വാക്കുകളിലുള്ള എൻ്റെ വിശ്വാസം. 2 തിമോത്തി 2:13 നമ്മളോട് പറയുന്നുണ്ട്, അവൻ വാക്കുകളിൽ വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനാണ്. ആ ഒരു ആഴമേറിയ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കർത്താവ് എന്നോട് പറയുന്നുണ്ട്, നീ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും കർത്താവ് പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ഞാൻ കൂടെയുണ്ട്. ധൈര്യമായിരിക്കുക, നിൻ്റെ ജീവിതത്തെ നന്മയ്ക്കായിട്ട് ഞാൻ മാറ്റിയെടുക്കും. നീ ധൈര്യത്തോടെ പോയിക്കൊള്ളുക, നീ സുഖം പ്രാപിക്കും. കർത്താവ് നമ്മളോട് പറയുന്ന വാക്കുകൾ ഒത്തിരിയേറെ ആശ്വാസത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, ഉറപ്പിൻ്റെ വചനങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ആ വാക്ക്
വിശ്വസിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് നിത്യജീവൻ. കർത്താവിനെ പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുകയും അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും അവനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും നിത്യജീവനിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. ഈ നോമ്പുകാലം പ്രിയമുള്ളവരെ, നമുക്കും വിശ്വാസത്തിൽ ആഴപ്പെടാം. അടയാളങ്ങളും അത്ഭുതങ്ങളുമല്ല, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ രോഗങ്ങളെയും വേദനകളെയും സങ്കടങ്ങളെയും തടസ്സങ്ങളെയും നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നേരിടാൻ നമുക്ക് സാധിക്കട്ടെ. അത് എൻ്റെ കഴിവിലല്ല, അത് ആരുടെയോ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല, പിന്നെയോ ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയുന്നു, ഐ ട്രസ്റ്റ് ഇൻ യു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. കർത്താവിനോട് പറയും, പൊയ്ക്കൊള്ളുക, നീ സുഖം പ്രാപിക്കും. ഈ സേവകൻ വിശ്വസിച്ചാണ് പോകുന്നത്, എൻ്റെ മകൻ സൗഖ്യപ്പെട്ടുകൊള്ളും. ആ ഒരു വിശ്വാസം നമുക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.